പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് ആണ് പറഞ്ഞു വെച്ചിരുന്നത്. സ്കേലാർ പ്രൊഡക്റ്റ് അതിന്റെ ഡെഫിനിഷന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ്, പ്രൊജക്ഷൻ കാണാനുള്ള ഫോർമുല, ഇതൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഞാൻ 2-3 നോട്ട് എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. നോട്ട് 1, if a vector and b vector are like vectors, then a dot b is equal to mod a into mod b into cos തീറ്റക്ക് പകരം 0 ഡിഗ്രി. അറിയാലോ ഇങ്ങനെ 0 ഡിഗ്രി വന്നത് ലൈക്ക് വെക്ടേഴ്സ് പറയുമ്പോൾ ഒരേ ഡയറക്ഷൻ ആണ്. ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ തീറ്റ 0 ഡിഗ്രിയാണ് വരിക. അപ്പൊ അത് cos 0 1 ആണെന്നറിയാം. cos 0 1 ആണ്, അതുകൊണ്ടാണ് mod a into mod b ആയത്. ഓക്കെ, അപ്പൊ ലൈക്ക് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് വരുന്നത് അവരുടെ മോഡുലസിന്റെ പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത്തത് if a and b are unlike vectors, then a dot b is equal to mod a into mod b into cos of 180 degree. Unlike vectors എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ അവരുടെ ആംഗിൾ വരിക 180 ഡിഗ്രി ആണ്. cos 180 ഡിഗ്രി -1 ആണ്. അപ്പൊ mod a into mod b into -1 അഥവാ മൈനസ് ഓഫ് mod a into mod b. അപ്പൊ അൺലൈക്ക് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് അവരുടെ മോഡുലസിന്റെ പ്രൊഡക്റ്റിന്റെ നെഗറ്റീവ് ആണ്. Third one, if a vector and b vector are perpendicular vectors, then a dot b is equal to mod a into mod b into cos 90 degree. Perpendicular ആകുമ്പോൾ അതിന്റെ അടുക്കുള്ള ആംഗിൾ 90 ഡിഗ്രി. cos 90 ഡിഗ്രി 0 ആയതുകൊണ്ട് ഇത് 0 ആയിപ്പോകും. 3 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സ്കാലാർ പ്രൊഡക്റ്റ്. പുതിയൊരു ഓപ്പറേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് സ്കേലാർ പ്രൊഡക്റ്റ് അഥവാ ഡോട്ട് പ്രൊഡക്റ്റ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, if a is any vector, then a dot a, സിമ്പിൾ ആണ്, a dot a equal to mod a into mod a, ആംഗിൾ വരെ 0 ആണ്, ലൈക്ക് തന്നെയാണ്. എയും എയും ലൈക്ക് വെക്ടേഴ്സ് ആണ്. അപ്പൊ mod a into cos 0 equal to mod a square. cos 0 1 ആണ്, mod a into mod a square ആണ്. അപ്പൊ ഒരു വെക്ടറിനെ അതിനോട് തന്നെ ഡോട്ട് ചെയ്താൽ അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ പോയിന്റ് ഇതിന്ന് നോട്ട് ചെയ്യാം. അടുത്ത പ്രോപ്പർട്ടിക്ക് പോകുന്നതിന് മുമ്പ്, if a is any vector, then modulus of a is equal to, modulus of a ന്റെ സ്ക്വയർ ആണ് a dot a. അപ്പൊ modulus of a is equal to square root of a dot a. അപ്പൊ ഒരു വെക്ടറിന്റെ മോഡുലസിനെ ഡോട്ട് പ്രോഡക്റ്റിന്റെ ടേംസിൽ എഴുതാൻ പറഞ്ഞാൽ mod a is equal to root of a dot a. Second property, scalar product is commutative. That is, a dot b is equal to b dot a. എങ്ങനെ ചെയ്താലും ഒരേ ആൻസർ ആണ് കിട്ടുക. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പം അഥവാ സ്കേലാർ പ്രോഡക്റ്റ് ചെയ്യുമ്പം വെക്ടറിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. a dot b is equal to b dot a. രണ്ടും ഒരേ ആൻസർ ആണ് കിട്ടുക. mod a into mod b into cos theta പറഞ്ഞാലും mod b into mod a into cos theta, തീറ്റ സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒരേ വാല്യൂ ആണ് വരിക. പിന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിക്ക് ശേഷം നമ്മൾ ഓപ്പറേഷൻസിലൊക്കെ കേൾക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ആ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് 3 വെക്ടർ എടുത്തിട്ട് 2 ഡോട്ട് ചെയ്യുക, മൂന്നാമത്തെ ആയിട്ട് ഡോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് എ മീനിങ്ലെസ് ഓപ്പറേഷൻ. വൈ? എയും ബിയും ഡോട്ട് എടുക്കുമ്പോൾ ഒരു സ്കേലാർ അല്ലേ കിട്ടുക. അപ്പൊ ഈ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്, ഒരു സ്കേലാർ ആണ്.
അതിനെ പിന്നെ ഒരു വെക്ടറിനോട് ഡോട്ട് എടുക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഓപ്പറേഷന് എക്സിസ്റ്റൻസ് ഇല്ല. ഇത് ഉണ്ടെങ്കിലല്ലേ ഇതിന് ഈക്വൽ ആയിട്ട് വേറെ എന്തുണ്ടോന്ന് പറയേണ്ടിയുള്ളൂ. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ ഡിഫൈൻഡ് അല്ല, അഥവാ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു സ്കാലാറിനെ ഒരു വെക്ടർ കൊണ്ട് ഡോട്ട് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഡെഫിനിഷൻ ഇല്ല. ഡോട്ട് ആർക്കുള്ളത്? രണ്ട് വെക്ടറുകൾക്കാണ് ഡോട്ട് ഉള്ളത്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ട് 5 × a, അല്ലാതെ 5.a അല്ല. ഡോട്ട് ചെയ്യുന്നത് രണ്ട് വെക്ടറുകളെയാണ്. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഈ ഡോട്ട് പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അതിന് മീനിങ് തന്നെ ഉണ്ടാവില്ല, അപ്പൊ അത് പറയാൻ പറ്റൂല. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. തേർഡ് വൺ, സ്കാലാർ പ്രോഡക്റ്റ് ഈസ് distributive with respect to addition. That is, ഇതും വളരെ ക്ലിയർ ആവും. A ഡോട്ട് ബ്രാക്കറ്റിൽ b പ്ലസ് c ഈസ് ഈക്വൽ ടു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, A ഡോട്ട് b പ്ലസ് A ഡോട്ട് c. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബ്രാക്കറ്റ് തുറക്കാം. അതാണ് തേർഡ് പ്രോപ്പർട്ടി. നാലാമത്തത്, if A is any vector and M any scalar real number, then M into A, M A into A dot B is same as A dot M into B is same as M times A dot B. M ഒരു നമ്പറും എയും ഈ ഫേന്ന് പോരാ, A and B are two vectors and M any scalar. രണ്ട് വെക്ടർ ഉണ്ട് ഇവിടെ. If A and B are two vectors and M any scalar, then MA dot B is equal to A dot MB is equal to M into A dot B. For example, 5A dot B. ഇത് തന്നെയാണ് A dot 5B. അത് തന്നെയാണ് 5 times A dot B. അപ്പൊ 2A dot minus 3B എന്ന് വിചാരിക്കാം. ഈ 2 എടുക്കാം, ഈ -3 എടുക്കാം. 2 into -3 into A dot B അഥവാ -6 A dot B ആണ് വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡോട്ട് പ്രോഡക്റ്റ് നടത്തുമ്പോൾ ഏതെങ്കിലും വെക്ടറിന്റെ കൂടെ സ്കാലാർ ഇൻഡ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റിലായാലും അത് സെക്കൻഡിലായാലും ആ സ്കാലാറിനെ പുറത്തെടുക്കാം. അപ്പൊ രണ്ടുപേരുടെ കൂടെയും സ്കാലാർ ഉണ്ട്, രണ്ടും ഇൻഡു ആയിട്ട് ഇങ്ങോട്ട് പുറത്തെടുക്കാം. Then fifth property, last property ആണ്, എയും ബിയും ഡോട്ട് എടുത്തപ്പോ 0 കിട്ടുന്നുണ്ട്, വേറെ വിവരമൊന്നും അറിയില്ല. എന്തൊക്കെ ചാൻസ് ആണ്? A dot B is equal to 0 if and only if. എന്തൊക്കെ ചാൻസുകൾ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. A dot B 0 വരികയാണെങ്കിൽ എയോ ബിയോ ഏതെങ്കിലും വെക്ടർ 0 ആയാൽ ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എയും ബിയും 0 ആവാതെ തന്നെ A dot B 0 എന്നൊരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ട് പെർപെൻഡിക്കുലർ ആവുമ്പോൾ. അപ്പൊ എന്തൊക്കെ ചാൻസ്? A വെക്ടർ ഈക്വൽ ടു 0 or B വെക്ടർ ഈക്വൽ ടു 0, അതും അല്ലെങ്കിൽ A പെർപെൻഡിക്കുലർ ടു B. A പെർപെൻഡിക്കുലർ ടു B ആയാലും മതി. അപ്പൊ എയും ബിയും 0 ആവാതെ തന്നെ എന്ത് 0 ആവാം? A dot B 0 ആവാം. ഡയറക്ഷൻ എങ്ങനെ ആയാൽ മതി? പെർപെൻഡിക്കുലർ ആയാൽ മതി. നമ്പറിൽ ഇപ്പോ x into y 0 ആവുകയാണെങ്കിൽ രണ്ട് ചാൻസ് ഉള്ളൂ. നമ്പേഴ്സ് ആണെങ്കിൽ എക്സുമായി നമ്പേഴ്സ് ആണെങ്കിൽ രണ്ട് ചാൻസ് ഉള്ളൂ, ഒന്നുകിൽ x 0 ഓർ y 0. എന്നാൽ വെക്ടറിൽ A dot B 0 ആവുകയാണെങ്കിൽ A 0 ആയാൽ സംഭവിക്കാം, B വെക്ടർ 0 വെക്ടർ ആയാൽ സംഭവിക്കാം. അത് രണ്ടും ഇല്ലാതെ എയും ബിയും പെർപെൻഡിക്കുലർ ആയാലും മതി. അപ്പൊ എയും ബിയും 0 അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, എയും ബിയും 0 വെക്ടർ അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ A dot B 0 ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റ ചാൻസ് ഉള്ളൂ, എന്താ? A പെർപെൻഡിക്കുലർ ടു B. ഇത്രയും പ്രോപ്പർട്ടീസ് സ്കാലാർ പ്രൊഡക്റ്റിന് മനസ്സിലാക്കുക. ഇനി നമ്മള്
IJK എന്ന യൂണിറ്റ് വെക്ടേഴ്സിനെ പരിചയപ്പെട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ഡോട്ട് പ്രൊഡക്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ സ്കാലാർ പ്രൊഡക്റ്റ് ഓഫ് IJK, ഇവരെ ഓർത്തോനോർമൽ ട്രയാഡ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ് പറയാറുണ്ട്. ഓർത്തോനോർമൽ ട്രയാഡ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ്. കാരണം അവര് ഏത് രണ്ടുപേരെടുത്താലും അവർ പെർപെൻഡിക്കുലർ ആണ്. ഐയും ജെയും പെർപെൻഡിക്കുലർ ആണ്. ജെയും കെയും പെർപെൻഡിക്കുലർ ആണ്. ഐയും കെയും പെർപെൻഡിക്കുലർ ആണ്. ഐ ഒ എക്സിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ, ജെ ഒ വൈന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ, കെ ഒ സെറ്റിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ. ഈ മൂന്ന് പേരുടെയും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു വെക്കാം. സിമ്പിൾ ആണ്. ഐ ഡോട്ട് ഐ മോഡായി ഇൻറ്റു കോസ് 0. മോഡായി 1 അല്ലേ, കോസ് 0 1 ആണ്. അപ്പൊ ഐ ഡോട്ട് ഐ 1 ആണ്. ജെ ഡോട്ട് ജെ മോഡ് ജെ ഇൻറ്റു കോസ് 0 അല്ലെങ്കിൽ മോഡ് ജെന്റെ സ്ക്വയർ, അതും 1 ആണ്. കെ ഡോട്ട് കെ 1 ആണ്. അപ്പൊ ഈ മൂന്ന് ഡോട്ട് പ്രോഡക്റ്റുകൾ 1 ആണ്. ഐ ഡോട്ട് ഐ 1, ജെ ഡോട്ട് ജെ 1, കെ ഡോട്ട് കെ 1. ഇനി ഐ ഡോട്ട് ജെ അതിലേക്ക് മോഡായി മോഡ് ജെ കോസ് 90 ഡിഗ്രി. കോസ് 90 ഡിഗ്രി 0 ആ. അപ്പൊ 1 ഇൻറ്റു 0. അപ്പൊ ഇത് 0 ആണ്. ഇത് 0 ആണെങ്കിൽ ജെ ഡോട്ട് ഐ ആണെങ്കിലും 0 ആണ്. ജെ ഡോട്ട് കെ അവരും പെർപെൻഡിക്കുലർ അല്ലേ, 0 ആണ്. കെ ഡോട്ട് ജെ 0 ആണ്. കെ ഡോട്ട് ഐ 0 ആണ്. ഐ ഡോട്ട് കെ എടുത്താലും 0 ആണ്. അപ്പൊ ഐ ജെ കെന്റെ ഡോട്ട് പ്രോഡക്റ്റുകൾ എടുക്കുമ്പോ ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെയും 1, ബാക്കി മാറ്റി എടുത്താൽ കിട്ടുന്നതൊക്കെ, രണ്ട് ഡിഫറെന്റ് എണ്ണം ഡോട്ട് എടുത്താൽ കിട്ടുന്നതൊക്കെ 0 ആണ്. അത് ഇമ്പോർട്ടന്റ് വിഷയമാണ്. ഇനി ഞാൻ പറയുന്നത് സ്കാലാർ പ്രൊഡക്റ്റ് ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കോമ്പോണൻസ്. Scalar product in terms of rectangular components എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്ടേഴ്സ് IJKന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് തരികയാണ്. If A vector is equal to A1I plus B1J plus C1K, ഇതാണ് IJKന്റെ ലീനിയർ കോമ്പിനേഷൻ. A1, B1, C1 സ്ഥാനത്തൊക്കെ നമ്പേഴ്സ് ആണ്. B vector is equal to A2I plus B2J plus C2K. A2, B2, C2 സ്ഥാനത്തൊക്കെ നമ്പേഴ്സ്. Then A dot B is equal to A1I plus B1J plus C1K dot A2I plus B2J plus C2K. അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 3 into 3 9 ടേംസ് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു A1I dot A2J A1 A2 into I dot I 1 വരും പ്ലസ് A1I dot B2J A1 B2 into I dot J 0 വരും പ്ലസ് A1I dot C2K A1 C2 into I dot K 0 plus B1J dot A2I B1 A2 into J dot I 0 plus B1J dot B2J B1 B2 into J dot J 1 plus C1K dot A2I C1 A2 into K dot I അത് 0 എന്നാണ് കണ്ടത് plus C1K dot B2J C1 B2 into K dot J ആയാലും 0. ഒമ്പതാമത്തെ ടേം C1K dot C2K C1 C2 into K dot K 1. അപ്പൊ ഈ 9 ടേമില് 6 ടേം ഇൻറ്റു 0 ഉള്ളതുകൊണ്ട് പോയി 3 ടേം ബാക്കിയാവും. A1 into A2 പ്ലസ് B1 into B2 പ്ലസ് C1 into C2. അപ്പൊ നിങ്ങൾ നോക്കടാ,
രണ്ട് വെക്ടർ ഐ ജെ കെ ന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് തന്നാല് അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എഴുതിയപ്പോ കിട്ടിയത് ഒരു വെക്ടർ എ ഇസ് ഈക്വൽ ടു a1i പ്ലസ് b1j പ്ലസ് c1k യും രണ്ടാമത്തെ വെക്ടർ b ഇസ് ഈക്വൽ ടു a2i പ്ലസ് b2j പ്ലസ് c2k യും ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് a1 ഇൻറ്റു a2 പ്ലസ് b1 ഇൻറ്റു b2 പ്ലസ് c1 ഇൻറ്റു c2 ഐന്റെ കൂടെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം പ്ലസ് ജെന്റെ കൂടെയുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം പ്ലസ് കെന്റെ കൂടെയുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ താഴെ രണ്ട് ഇമ്പോർട്ടന്റ് നോട്ടുകൾ പറഞ്ഞുതരാം. ഒന്ന്, ഈ രണ്ട് വെക്ടേഴ്സ് ദി അബോവ് വെക്ടേഴ്സ് ആർ പാരലൽ if and only if the above vectors are parallel. രണ്ടും ഒരേ ഡയറക്ഷനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനോ. അപ്പോൾ ഒന്നിന്റെ സ്കേലാർ മൾട്ടിപ്ലൈ ആയിരിക്കും രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ a1 b1 c1 ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും a2 b2 c2 എന്ന് പറഞ്ഞാൽ റേഷ്യോ a1 by a2 will be equal to b1 by b2 will be equal to c1 by c2. രണ്ടാമത്തത് the above vectors are perpendicular if and only if. പെർപെൻഡിക്കുലർ ആണ് ഒരു സംഗതി ഉറപ്പാണ്, അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഇതല്ലേ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്, അപ്പൊ ആ സമ്മ് 0 ആയിരിക്കും. അപ്പൊ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഈക്വൽ ടു 0. അപ്പൊ a1i പ്ലസ് b1j പ്ലസ് c1k എന്നൊരു വെക്ടർ a2i പ്ലസ് b2j പ്ലസ് c2k ക്ക് പെർപെൻഡിക്കുലർ എന്ന് കണ്ടാ പിന്നെ ഉറപ്പായിട്ടും പറഞ്ഞു a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഈക്വൽ ടു 0 അഥവാ a ഡോട്ട് b ഈക്വൽ ടു 0 എന്ന് ഓർത്താൽ മതി. ഓക്കെ, ആ രണ്ട് സംഗതികൾ ശ്രദ്ധിച്ചു വെക്കുക. ഇപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് ഐ ജെ കെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ വളരെ ഈസിയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. A vector is equal to 2i minus 3j plus 4k. B vector is equal to 3i minus 2j minus 5k. ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. A dot B. A dot B is equal to എന്താ പറഞ്ഞത്, ഐന്റെ കൂടെയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യാം. 2 into 3 പ്ലസ് ജെന്റെ ഒപ്പമുള്ള ഇൻറ്റു ചെയ്യാം. -3 into -2 -3 into -2 പ്ലസ് കെന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into -5 that is equal to 6 plus 6 minus 20. 12 minus 20 is equal to -8. ഡോട്ട് പ്രോഡക്റ്റ് ഞങ്ങളോട് പറഞ്ഞിരുന്നു പോസിറ്റീവ് കിട്ടാം, നെഗറ്റീവ് കിട്ടാം, 0 കിട്ടാം. ഇവിടെ ഇപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടിയത് നെഗറ്റീവ് ആണ്. അതിന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്, ഈ രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അടുക്കുള്ള ആംഗിള്, ആ രണ്ട് വെക്ടറിന്റെ അടുക്കുള്ള ആംഗിള് ഒബ്റ്റ്യൂസ് ആംഗിളാ. അപ്പൊ അവരുടെ കിടപ്പ് ഇങ്ങനെ ആയിരിക്കും, ഈ ടൈപ്പ് ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നിൽക്കുക. അപ്പൊ നിങ്ങൾ പ്രൊജക്ഷന്റെ ഫോർമുല വെച്ച് പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ പ്രൊജക്ഷൻ രണ്ട് പ്രൊജക്ഷനും നെഗറ്റീവാ കിട്ടുക. നെഗറ്റീവ് പ്രൊജക്ഷൻ കാണിക്കുന്ന എന്താ, ഇതിപ്പോ ഒ എയും ഇത് ഒ ബിയും, ഇത് എ വെക്ടറും ഇത് ബി വെക്ടറും ആണെങ്കിൽ ബിന്ന് ഒ എമ്മിലേക്ക് പെർപെൻഡിക്കുലർ വരക്കണം അല്ലേ. ബിന്ന് ഒ എമ്മിലേക്ക് പെർപെൻഡിക്കുലർ വരക്കാന്ന് പറഞ്ഞാൽ അത് ഇവിടെ വരച്ചിട്ട് അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒ എം വരിക. അപ്പൊ ഈ പ്രൊജക്ഷൻ ഉണ്ടായത് എന്റെ പിന്നിലേക്കാണ്, അതാണ് പ്രൊജക്ഷൻ നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞാൽ. ഈ കേസിൽ പ്രൊജക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ അക്യൂട്ട് ആംഗിൾ ഉണ്ടാക്കുന്ന വെക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ രണ്ട് പ്രൊജക്ഷനെ പറ്റി സംസാരിച്ചാലും ഇതിപ്പോ ഒ എയും ഒ ബിയും ആണെങ്കിൽ പെർപെൻഡിക്കുലർ വരക്കും ഇവിടെ വരിക എം, അപ്പൊ പ്രൊജക്ഷൻ ഇങ്ങോട്ട് തന്നെ ഉണ്ടാവുക.
അപ്പൊ ബി എമ്മിലേക്ക് ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എന്റെ ഡയറക്ഷനിലേക്ക് തന്നെ വരിക. ഈ കേസിൽ നിങ്ങൾക്ക് പ്രൊജക്ഷന്റെ ആൻസർ പോസിറ്റീവ് ആ കിട്ടുക, സ്കേലാർ പ്രൊജക്ഷൻ. ഇപ്പൊ പ്രൊജക്ഷന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടാം, പോസിറ്റീവ് കിട്ടിയാൽ പോസിറ്റീവ് വെക്കുക, നെഗറ്റീവ് കിട്ടിയാൽ നിങ്ങൾ നെഗറ്റീവ് തന്നെ വെച്ചോളൂ. സീറോ പ്രൊജക്ഷൻ കിട്ടൽ എപ്പോഴാ? സീറോ പ്രൊജക്ഷൻ കിട്ടല് ഇതാ പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആയിട്ട് നിൽക്കുമ്പോ ഇനി വേറെ പെർപെൻഡിക്കുലർ വരക്കാൻ ഉണ്ടാവൂല. അപ്പൊ ഇവിടെ ഒ എയും ഒ ബിയും ആണെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ ഇത് തന്നെയാണ്. അപ്പൊ പ്രൊജക്ഷൻ മുന്നിലേക്കും ഇല്ല പിന്നിലേക്കും ഇല്ല. അപ്പൊ പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല. അപ്പൊ പ്രൊജക്ഷൻ സീറോ ആണ്. നിങ്ങൾ ഫിസിക്സിൽ വർക്ക് ഡൺ ഒക്കെ കേട്ടിട്ടുണ്ടാവും. സ്കേലാർ പ്രൊഡക്റ്റിൽ വർക്ക് ഡൺ പോസിറ്റീവ് വരാറുണ്ട്, വർക്ക് ഡൺ നെഗറ്റീവ് വരാറുണ്ട്, വർക്ക് സീറോ വരാറുണ്ട്. ഫോഴ്സ് വെക്ടറും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഉണ്ടാക്കുന്ന ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ അവിടെ ഉണ്ടായ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ഫോഴ്സ് വെക്ടറും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഉണ്ടാക്കുന്ന ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് എങ്കിൽ, ഇപ്പൊ ബോൾ ഇവിടുന്ന് അങ്ങോട്ടാ അടിച്ചത്, പക്ഷെ പോയ പുറത്തേക്കാണെങ്കിൽ അയാൾ ചെയ്ത വർക്ക് നെഗറ്റീവാ. അങ്ങോട്ട് അടിച്ച ബോൾ ആ ഡയറക്ഷനിലേക്ക് തന്നെ പോയില്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്ത് പോസിറ്റീവാ. നേരെ അങ്ങോട്ട് അടിച്ച ബോൾ നേരെ പെർപെൻഡിക്കുലർ ത്രോയിലേക്കാ പോയതെങ്കിൽ അവിടെ വർക്ക് സീറോ ആ. അവിടെ ഉണ്ടായ ഫോഴ്സ് വെക്ടറും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും എടുക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് സീറോ ആണ്. വർക്കൊക്കെ ഫിസിക്സിൽ കുറെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മാത്സിൽ അത്രത്തോളം വർക്കിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഫിസിക്സിൽ വന്നുകൊണ്ടായിരിക്കും പറയാത്ത, അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നുള്ളൂ. ജോമെട്രിക്കൽ കൺസെപ്റ്റ് കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ സ്കലാർ പ്രോഡക്റ്റ് അതിന്റെ പ്രോപ്പർട്ടീസ് ഐജെക്കിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്കലാർ പ്രോഡക്റ്റ് കാണുന്നത് ഇത്രയാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ ഡിഫറെന്റ് ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.